ഹായ് ഹലോ ഓണക്കായിട്ടൊരു സ്പെഷ്യൽ പായസ റെസിപ്പിയാണ് അവിൽ പായസം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചവ്വരി എടുത്തിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കുക. 2 പാക്ക് പാലെടുത്ത് തിളപ്പിച്ച് നന്നായിട്ട് വയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരുക. ഇത് ലാസ്റ്റ് പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് ആവശ്യത്തിന് അവിൽ ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അവിൽ റോസ്റ്റ് ചെയ്താലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ശേഷം പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് പഞ്ചസാര ഇടുക. നന്നായിട്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് പായസത്തിലേക്ക് ആവശ്യമായ പഞ്ചസാര ആദ്യമേ ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ രൂപത്തിൽ ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്ന ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പായസം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പായസം നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇടുമ്പോൾ അത് മധുരം ഓവറായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അവിലും വേവിച്ച് വെച്ച ചവ്വരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിളച്ച് രണ്ടും ആ പാലിൽ സെറ്റാണ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിൽ പിടിക്കുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലേശം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കട്ടി കൂടി വരികയാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് കട്ടി കുറച്ച് വരിക. കാരണം അവിലും ചവരും കൂടി ആയതുകൊണ്ട് പിന്നീട് തിക്നെസ് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് അതിലേക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ അവിൽ പായസം ഇവിടെ റെഡി. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കുക. നല്ലൊരു പായസ റെസിപ്പി.